السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على صاحب الشرع القويم والمنهج المستقيم محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, പരിശുദ്ധ റമളാനിൻ്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ ഓരോന്നായി നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് ധാരാളം നന്മകളുടെ കവാടങ്ങൾ തുറന്നിടുന്ന അനുഗ്രഹീതമായ ഒരു മാസമാണിത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സന്മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എല്ലാ നന്മകളും മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള, എല്ലാ തിന്മകളും മനുഷ്യ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യാനുള്ള സത്യസന്ദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ അവതരണം നടന്നിട്ടുള്ള മാസം മാത്രവുമല്ല, 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു മഹാരാത്രിയുടെ സാന്നിധ്യമുള്ള മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയുടെ, ഈ മാസത്തിൻ്റെ ഓരോ രാവുകളിലും അവൻ്റെ അടിമകളിൽ നിന്ന് ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹീതമായ മാസം. മാത്രവുമല്ല, ഓരോ രാവിലും ഇങ്ങനെ ഒരു വിളംബരം ചെയ്യുന്ന ആൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കും. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മയിലേക്ക് നടന്നടുക്കുന്നവനെ താങ്കൾ ധൃതിപ്പെട്ടു വരൂ. വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മയിലേക്ക് കടന്നു വരുന്നവനെ താങ്കളത് നിർത്തൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അശരീരി മുഴക്കപ്പെടുന്ന ദിവസങ്ങളാണ് റമളാനിൻ്റെ ദിവസങ്ങളെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറ അൽ ബഖറയിൽ റമളാനിനെ പറ്റിയുള്ള സന്ദേശങ്ങൾ പറയുന്നതിനിടയിൽ അള്ളാഹു നമ്മെ ഉണർത്തിയ ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ദാസന്മാർക്കുണ്ടാകേണ്ട സവിശേഷമായൊരു സ്വഭാവമായി നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നുള്ളത്. റമളാനിനെ കുറിച്ച് പറയുമ്പോൾ റമളാനു ഷഹ്റുർ റഹ്മ, റമളാനു ഷഹ്റുൽ മഗ്ഫിറ, റമളാനു ഷഹ്റുൽ ഖുർആൻ, റമളാനു ഷഹ്റുസ് സക്കാത്തി വസ്സദഖാത്ത്, റമളാനു ഷഹ്റുദ് ദുആഇ വൽ ഇജാബത്തി വൽ ഇസ്തിജാബ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥനയുടെ മാസം കൂടിയാണ് റമളാൻ. പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന മാസം കൂടിയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ അടിമകൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് സമീപസ്ഥനാണ്, അവരുടെ കൂടെയുള്ളവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്താൽ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ഇത് പ്രാർത്ഥിക്കേണ്ട മാസമാണ്. ഇതിൻ്റെ ഓരോ രാപ്പകലുകളും
അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്ന സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള നിമിഷങ്ങളാണ്. അതിനാൽ എന്ത് വേണം? ഫല്യസ്തജീബൂലി, നിങ്ങൾ എൻ്റെ വിളിക്ക് ഉത്തരം നൽകണം. അള്ളാഹു നമ്മെ ഈ സത്യസന്ദേശത്തിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയുമിനൂ ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം എന്നാണ്. ലഅല്ലഹും യർശുദൂൻ. അതുകൊണ്ട് ഖുർആനിൻ്റെ തന്നെ വിളി, യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅഅകും ലിമാ യുഹ്യീകും. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങൾക്ക് ജീവിതം നൽകുന്ന, നിങ്ങൾക്ക് ചൈതന്യം പകർന്നു തരുന്ന ഒരു സന്ദേശത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളായ വലിയ ഒരു സമൂഹം അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലാണ്. അങ്ങനെ ഈ റമദാനിൻ്റെ രാപ്പകലുകളെ കഠിനാധ്വാനത്തിലൂടെ നമുക്കനുകൂലമാക്കി സ്വർഗത്തിൻ്റെ മഹോന്നതമായ പദവി നേടാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നിറക്കാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായൊരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, പുരുഷന്മാർ എന്ന വ്യത്യാസമില്ലാതെ തന്നെ ഒരുപാട് തിന്മകളിലേക്ക് അവർ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം വഴിതെറ്റിപ്പോകുമ്പോൾ അതിൽ നമുക്ക് നമ്മുടേതായ ചില ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥത്തിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അമാനത്ത് 3 തരത്തിലുണ്ട്. ഒന്ന്, അടിമകളായ ദാസന്മാരായ നമ്മൾ നമ്മുടെ ഉടമയായ യജമാനനായ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട അമാനത്ത്. അതിൽ നമ്മുടെ നിർബന്ധമായ ആരാധനകളൊക്കെ വരും. റമദാനിലുള്ള നിർബന്ധമായ നമ്മുടെ ഈ വ്രതാനുഷ്ഠാനം അള്ളാഹുവിനോടുള്ള ഒരു അമാനത്ത് നിർവഹണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മളത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അമാനത്തുൽ അബ്ദി ലിന്നാസ്, നമ്മൾ അള്ളാഹുവിനോട് നിർവഹിക്കുന്നത് പോലെ ഇവിടെയുള്ള ജനങ്ങളോട്, സൃഷ്ടികളോട്, പടപ്പുകളോട് നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. അതുകൂടി നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല ഒരു അവസ്ഥ സംജാതമാവുകയുള്ളൂ, കൈവരികയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആ അമാനത്ത് നിർവഹണത്തിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ, അതിൽ നമ്മൾ കൃത്യവിലോപം കാണിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ തിന്മകൾ പടരുകയും പെരുകുകയും അതനുസ്യൂതം അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇന്ന് നമുക്കറിയാൻ കഴിയും, സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ, മയക്കുമരുന്നുകളുടെ, അതിൻ്റെയൊക്കെ തന്നെ വ്യാപനം ഒരുപാട് വലിയ ദുരന്തമാണ് അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ് എന്നാണ്. എല്ലാ തിന്മകളുടെയും മാതാവാണ് ശരിക്ക് ലഹരി. ഖംർ എന്ന അറബി പദത്തിന് ഖമറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നാണ്. എന്തിനെയാണ് മറച്ചു വെക്കുന്നതെന്നോ? നമ്മുടെ ചിന്തയെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ മസ്തിഷ്കത്തെ, നമ്മുടെ ധിഷണയെ, നമ്മുടെ ആലോചനാശേഷിയെ, അതിനെ തകർക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ശരിക്ക് ഖംർ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്കറിയാഞ്ഞിട്ടില്ല, നമുക്കൊക്കെ അതിനെക്കുറിച്ച് ബോധമുണ്ട്. ഖംർ, മദ്യവും ലഹരിയും അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും, അന്നുണ്ടായിരുന്ന അൻസാബ്, അതേപോലെ തന്നെ അസ്ലാം എന്ന് പറഞ്ഞാൽ മൈസിർ ചൂതാട്ടമാണ്.
മനുഷ്യൻ്റെ സമ്പത്തിന് അധാർമികമായ രീതിയിൽ അനർഹമായ രൂപത്തിൽ നേടിയെടുക്കുന്ന വഴിയാണ് ശരിക്ക് ചൂതാട്ടത്തിൻ്റെ വഴി. അതിൻ്റെ പല ഇനങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഖുർആൻ അതിനെ വിലക്കിയതാണ്. അൻസാബ് അസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ചു വച്ചിരുന്ന ബലിക്കല്ലുകളാണ്. അസ്ലാം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അവരുടെ ഭാഗ്യനിർഭാഗ്യങ്ങളെ തീരുമാനിക്കാൻ വേണ്ടി കഅബയുടെ ചാരത്ത് അവർ വെച്ചിരുന്ന പ്രശ്നക്കോലുകളാണ്. ഇതൊക്കെ ശരിക്ക് പിടുത്തം വിട്ട പരിപാടികളാണ്. അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് ആരെങ്കിലും അകന്നു പോവുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരുത്തൻ്റെ ഭക്തി അത് വികേന്ദ്രീകരിക്കപ്പെട്ടു പോവുകയാണെങ്കിൽ കഅന്നമാ ഖറ മിനസ്സമാ, ആകാശത്തിൽ നിന്ന് വീണ ഒരാളെ പോലെയാണ്. ഒരാൾ ആകാശത്തിൽ നിന്ന് വീണാൽ എന്തായിത്തീരും എന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ ശരീരം ഏത് രൂപത്തിലായിരിക്കും? ശരീരത്തിൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം തന്നെ തകർന്ന് അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അവയവങ്ങളും അത് തുണ്ടം തുണ്ടമായി പാറിപ്പറന്നു പോകുന്നൊരവസ്ഥയുണ്ടാകും. ഖുർആൻ പറയാണ്, പക്ഷികൾക്ക് റാഞ്ചിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന പരുവത്തിൽ കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന വിധത്തിലായിരിക്കും ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ്റെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത വ്യക്തികളെക്കുറിച്ച്, ശക്തികളെക്കുറിച്ച്, മരിച്ചുപോയ മഹാത്മാക്കളെക്കുറിച്ചൊക്കെയുള്ള ബോധം കടന്നു വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് വിശ്വാസപരമായ ഏറ്റവും വലിയ അപജയത്തെക്കുറിച്ച് ഖുർആൻ അവിടെ പറഞ്ഞു തരുന്നു. അതേപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഖുർആൻ ഈ 4 പദങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതിലൊന്നാണ് ശരിക്കും ലഹരി. അത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവനാരാണെന്നും അവൻ്റെ മുമ്പിലുള്ളത് ആരാണെന്നും ഒക്കെയുള്ള ഒരു ബോധവും അവനില്ലാതെ പോകുന്നു. മദ്യപിക്കുന്ന ആളുകൾക്ക് ഇന്ന് സാധാരണ നിലയ്ക്കുള്ള മദ്യമല്ല, നമുക്കറിയാം കെമിക്കൽ ഡ്രഗ്സുകളാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതെന്ന്. മദ്യപിച്ച ഒരാളെ വാസനയിലൂടെ തിരിച്ചറിയും, അയാളുടെ ചേഷ്ടകളിലൂടെ തിരിച്ചറിയും. എന്നാൽ ഇത് അങ്ങനെ ഒരു വാസനയോ അടയാളമൊന്നും ഉണ്ടാകില്ല. നമ്മുടെ കൂടെ തന്നെ തോളിൽ പിടിച്ച് നടക്കുന്ന ആൾ പെട്ടെന്നായിരിക്കും അയാളിൽ നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടാവുക. അയാൾ എന്തും ചെയ്യും. സ്വന്തം മുമ്പിലുള്ള ഉമ്മയാണെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടാവുകയില്ല. സഹോദരി സഹോദരിയാണെന്ന തിരിച്ചറിവുണ്ടാവുകയില്ല. സ്വന്തം കൂട്ടുകാരനാണെന്ന തിരിച്ചറിവുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പിതാവിനെയും സഹോദരനെയും ഉമ്മയെയും സഹോദരിയെയും അടുത്ത ആരെയും അറുകൊല നടത്താൻ വരെ അയാൾക്ക് മടിയുണ്ടാവുകയില്ല. എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയകളിലൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെ വർത്തമാനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്നു, നമ്മൾ അതിശയപ്പെടുന്നു. ഇത് നമ്മൾ വിചാരിക്കും ഇപ്പം എൻ്റെ വീട്ടിലില്ലല്ലോ, എൻ്റെ മക്കളൊന്നും അങ്ങനെയല്ലല്ലോ. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇത് ഈ അപകടം എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾ ഇടപഴകുന്നത്, നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവരുടെ കൂട്ടുകാരിലേക്കാണ്, അങ്ങാടികളിലേക്കാണ്, ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്കാണ്. അവിടെയൊന്നും നന്മയുടെ പ്രേരകങ്ങളല്ല ഏറ്റവും കൂടുതലുള്ളത്. തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, വേണ്ടാത്തരക്കങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രേരകങ്ങളാകുന്നു നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഈ മക്കളൊക്കെ വളരുന്നത് എവിടെയാണ്? വീടകങ്ങളിലാണ്. ആ വീട്ടിൽ ഉമ്മയും ഉപ്പയുമുണ്ട്, വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ എന്തായിരുന്നു? വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഉമ്മാൻ്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ബാപ്പാൻ്റെ പെർമിഷൻ വേണം. മഗ്‌രിബായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊന്നും വീട് വിട്ടിറങ്ങാറില്ലായിരുന്നു, നമ്മൾ അനുവദിക്കാറില്ലായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? രാത്രിയായാൽ ആ കുട്ടികളെല്ലാം തന്നെ അങ്ങാടികളിലാണ്, വീടകങ്ങളിലില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം വരുന്നു? ഇതിൻ്റെ ഉത്തരവാദി ആരാണ്?
തീർച്ചയായും രക്ഷിതാക്കളായ നമുക്കും നല്ല ബാധ്യത ഈ കാര്യത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും തന്നെ തങ്ങളുടെ കീഴിൽ വളരുന്ന വ്യക്തികളെക്കുറിച്ച്, സന്താനങ്ങളെക്കുറിച്ച്, നിങ്ങൾ പോറ്റുന്ന നിങ്ങളുടെ ഇണകളെക്കുറിച്ച്, നിങ്ങളുടെ സഹോദരികളെക്കുറിച്ച് ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കൾ ആദ്യകാലങ്ങളിലൊക്കെ മഗ്‌രിബായി കഴിഞ്ഞാൽ ഒളു എടുത്ത് നിസ്കരിച്ചിട്ട് കുട്ടികളോട് മുസാഫ് ഓതിയിട്ടാണ് കാര്യങ്ങളൊക്കെ പഠനമൊക്കെ തുടങ്ങാൻ പറയാം. ഖുർആൻ ഓതിയിട്ട് ഇനി വായന തുടങ്ങിക്കോളൂ എന്നാ പറയാം. ഇന്ന് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മുടെ വീടകങ്ങളിലുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ടതല്ലേ? അങ്ങാടികളിലേക്ക് സ്വതന്ത്രമായി മക്കളെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നിർത്തലാക്കണം. മാത്രവുമല്ല, അങ്ങാടികളിൽ അന്ന് അവിടെയൊക്കെ കുട്ടികളെ കണ്ടാൽ വീടുകളിലേക്ക് പറഞ്ഞയച്ചിരുന്ന കാരണവന്മാരുണ്ടായിരുന്നു, നാട്ടുകാരണവന്മാർ. ഓരോ പ്രദേശത്തുണ്ടാകും. അങ്ങാടികളിലുള്ള ആളുകൾ കുട്ടികളവിടെ കണ്ടാൽ എന്താ നിങ്ങൾക്ക് ഇവിടെ വീട്ടിലേക്ക് പോയി എന്ന് പറയാം. ഇന്ന് സാഹചര്യം മാറി. ഇന്ന് വലിയ ആൾക്കാരെ കണ്ടാൽ കുട്ടികൾ അവർ വീട്ടിലേക്ക് പറഞ്ഞേക്കുക. നിങ്ങൾക്ക് എന്താ ഈ നേരത്തെ ഇവിടെ? വയസ്സും പ്രായമൊക്കെ ആയില്ലേ, നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിച്ചോളി, ഇപ്പോൾ ഞങ്ങളുടെ ടൈമാണ്. അവർ വിലസുകയാണ്. അങ്ങാടി അവരുടെ കൈകളിലാണിപ്പോൾ. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ശരിക്ക് ബോധവാന്മാരാകണമെന്നാണ്. എന്താണ് അതിനൊക്കെയുള്ള വഴികൾ? ശരിക്ക് കുടുംബത്തിൻ്റെ തകർച്ച, കുട്ടികൾക്ക് എങ്ങനെയൊക്കെ ആകാനുള്ള തോന്നലുണ്ട്. എന്തുകൊണ്ടാണെന്നോ, നമ്മൾ ചെറിയ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവരിൽ ഒരുപാട് നന്മകളുണ്ട്. നന്മയുടെ സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളാണ്, നമ്മൾക്കുള്ളതാണ്. കാരണം എന്താ? ഇന്ന് ഇപ്പോൾ ആകെ നിലനിന്നുകൊണ്ടിരിക്കുന്ന കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരം, ആഡംബര ജീവിതം, അതേപോലെ തന്നെ ആർഭാടങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുകയാണ്. മനുഷ്യന്മാർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി കടവും കള്ളിയും വാങ്ങി ലോണും എടുത്ത് എന്തും ചെയ്യാം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. ആർത്തിയാണ്, ദുനിയാവിനോടുള്ള ആർത്തിയാണ് മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന ചിന്ത. അതിൽ ഹക്കും ബാത്തിലും നോക്കേണ്ട, സത്യവും അസത്യവും അധർമ്മവും ധർമ്മവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്കും വേണം വാരിക്കൂട്ടണം എന്ന ചിന്തയാണ്. ഖുർആൻ എന്താ പറയുന്നത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഭൗതിക ജീവിതത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതിനാണ് നിങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നത്. എന്നാൽ ദുനിയാവല്ല നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അതാണ് ശാശ്വതമായ ജീവിതം, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. എന്നെന്നും അവശേഷിക്കുന്ന ജീവിതം അതാണ് എന്ന ഈ തോന്നലും ബോധവും ഈ വിശ്വാസവും ശരിക്ക് നമ്മിലുണ്ടാകണം. നമ്മുടെ മക്കളിൽ അത് ഉണ്ടാക്കി കൊടുക്കണം. നമുക്കറിയാമല്ലോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ്റെ ഭക്തിയുടെ അടിത്തറയായി പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അൽ ഖൗഫ് മിനൽ ജലീൽ, മഹോന്നതമായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പേടിയും മനസ്സിൽ അങ്കുരിക്കുക എന്നുള്ളതാണ്. പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം. ഈ ജീവിതം ക്ഷണികമാണ്, നൈമിഷികമാണ്. ഇതെപ്പോഴും തന്നെ കെട്ടുപോകാനുള്ളതാണ്, അണഞ്ഞു പോകാനുള്ളതാണ്. നമ്മളിവിടെ നിന്ന് മരിച്ചു നീങ്ങാനുള്ളവരാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. തിന്മയിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള ഏറ്റവും ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രേരണയും പ്രേരകവും അത് നമ്മിൽ അങ്കുരിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, എല്ലാം വാരിക്കൂട്ടണം, വാങ്ങിക്കൂട്ടണം എன்ற ചിന്തയാണ്. ഖുർആൻ പറയുന്നുണ്ട്, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാക്കും,
നിങ്ങളെ അശ്രദ്ധരാക്കിയിട്ടുണ്ട്. എന്തെന്നു? അത്തക്കാസുർ, എല്ലാ കാര്യങ്ങളിലും ധാരാളമായി നേടണമെന്നുള്ള ചിന്ത. അതാണ് ശരിക്കും കൺസ്യൂമറിസം. വാങ്ങിക്കൂട്ടുക മനുഷ്യന്മാർ, എന്നിട്ട് ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഇനിയും കിട്ടണം എന്നുള്ള തോന്നലുണ്ടാവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾക്കെതിരിലാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതത്വം നൽകുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും അവധിയില്ലാത്ത ഏറ്റവും പരിപാവനമായ ഒരു സ്ഥാപനമാണ് കുടുംബം. ഇനി കുടുംബത്തെ തന്നെ ശിഥിലമാക്കാനുള്ള ചിന്തകളാണ് ഇവിടെ വളരുന്ന തലമുറകളിൽ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ലിബറലിസം അതാണ്. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സർവതന്ത്ര സ്വതന്ത്രരാണ് എന്ന തോന്നലുണ്ടാക്കുകയാണ്. ഞങ്ങളെ നന്നാക്കാൻ ആരും വരണ്ട എന്ന രീതിയിലുള്ള ഈ ചിന്തയാണ്. അതിലൂടെ നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ, പെണ്ണും വിവാഹം കഴിക്കുന്ന, ആണും വിവാഹം കഴിക്കുന്ന ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ അത് നടക്കും. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരാണ്? നിയമവും വ്യവസ്ഥയൊക്കെ അങ്ങനെയാണ് വരുന്നത്. ചിന്തകനായ മുസ്തഫ ലുത്ഫിൽ മംഫലൂത്തി, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, അൻ-നളറാത്ത്. അതിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ നാശം സംഭവിക്കുന്നത് ഒരാൾ വെറുതെ കേടുന്നു പോകൂല, ഒരാൾ വെറുതെ മോശക്കാരനാവൂല. അയാൾ തെറ്റിലേക്കും തിന്മയിലേക്കും അധർമ്മങ്ങളിലേക്കും വേണ്ടാത്തരങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും കടന്നു പോകാൻ പല സാഹചര്യങ്ങളുണ്ടാകും. അതിലൊന്നാമത്തേത് അവൻ്റെ സമൂഹം തന്നെയായിരിക്കും കുറ്റക്കാരൻ. അതേപോലെ തന്നെ ഭരണകൂടം ഇതിൽ കുറ്റക്കാരനാണ്, കുടുംബം കുറ്റക്കാരനാണ്, മാതാപിതാക്കൾ അതിൽ കുറ്റക്കാരായിത്തീരുന്ന സാഹചര്യം ഉണ്ടാകും, കൂട്ടുകാർ കുറ്റക്കാരാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യാൻ പ്രേരിതനാവുകയാണെങ്കിൽ അവന് പ്രേരണ നൽകുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ലഭ്യത, മദ്യത്തിൻ്റെ ലഭ്യത, ഇതൊക്കെ ഇവിടെ ഏറ്റവും വ്യാപകമാകാൻ കാരണം എന്താണ്? ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ നയങ്ങളാണ്. അതും ഇതിനൊരു തെറ്റായി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ശരിക്ക് നമ്മൾ ബോധവാന്മാരായി ഇതൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. അതേപോലെ തന്നെ കുടുംബം സുരക്ഷിതത്വം നൽകുന്ന ഒരവസ്ഥയിൽ നിന്ന് അരക്ഷിതമായ അവസ്ഥയിലേക്ക് കുടുംബ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ മാറ്റമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ഉപഭോഗ സംസ്കാരത്തിനെതിരിൽ ശരിക്കും ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ, ലളിതമായ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലൈക്കും ബിൽ ഖനാഅ, നിങ്ങൾക്ക് കിട്ടിയ വിഭവങ്ങളിൽ തൃപ്തി അടഞ്ഞ് ജീവിക്കണമെന്നാണ്. ഫഇന്നൽ ഖനാഅ മാലുൻ ലാ യൻഫദ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി തന്നിട്ടുള്ള വിഭവങ്ങളിൽ നിങ്ങൾ സംതൃപ്തരാവുക. അതാണ് ഖനാഅത്ത്. ഈ ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഒരിക്കലും തീർന്നു പോകാത്ത സമ്പാദ്യം. മാലുൻ ലാ യൻഫദ്, അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൽ ഖനാഅത്തു ബിൽ ഖലീൽ, നിങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ കുറച്ച് വിഭവങ്ങൾ തൃപ്തിയടയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അതിമോഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം വഴിവിട്ടു പോകും. അതുകൊണ്ടാണ് ഈ സംതൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. റസൂലിൻ്റെ പ്രാർത്ഥന തന്നെ എന്തായിരുന്നു? അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ വിഭവത്തിൽ അതുകൊണ്ട് മതി വരുന്നൊരു മനസ്സ് എനിക്ക് നീ ഉണ്ടാക്കി തരണമേ എന്നാണ്. അതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണമേ എന്നായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു മനസ്ഥിതി നമ്മളിലുണ്ടാവുക.
നമ്മുടെ ജീവിതത്തിലുണ്ടാവുക, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. എൻ്റെ ഉപ്പയുടെ വരുമാനം എത്രയാണ് എന്ന് മകൻ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കും അവനിൽ ഉണ്ടാവുക. ഇത് അവരുടെ ആവശ്യങ്ങളെല്ലാം അവരുടെ ഉപ്പാനോട് പറയുന്നു. കാരണം ഈ സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്. ഉപ്പാക്ക് വരുമാനമില്ലെന്നറിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ പണം എവിടുന്ന് കിട്ടുമെന്ന മാർഗം തേടി അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെയുള്ള ആളുകളെ പിടിക്കാനാണ് ഈ ലഹരി മാഫിയകൾ നടക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ കരിയറുകളായി അവർ മാറുന്നു. അത് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയാണോ ശപിച്ചിരിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്നവനും അത് വിൽക്കുന്നവനും അത് വാങ്ങുന്നവനും അതേപോലെ തന്നെ അതിനെല്ലാം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്നവരാണ് എന്നതാണ്. ഈ കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിനൊക്കെയുള്ള വഴി പിന്നീട് മൂന്നാമതായി പറയുന്നത് എന്താണെന്നോ, വൽ അമലു ബിത്തൻസീൽ. നിങ്ങൾക്ക് ഈ അനുഗ്രഹീതമായ മാസത്തിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിതം നയിക്കുക, അമല് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കെല്ലാറ്റിനുമുള്ള പരിഹാരം വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹം എങ്ങനെ നന്നാകണം, ഒരു വ്യക്തി എങ്ങനെ നന്നാകണം, ആ വ്യക്തി നന്നായാൽ ഒരു കുടുംബം എങ്ങനെ നന്നാകണം. വ്യക്തികൾ കൂടുന്നതാണ് കുടുംബം, കുടുംബങ്ങൾ കൂടുന്നതാണ് സമൂഹം. ഒരു സമൂഹവും ഒരു വ്യക്തിയും ഒരു കുടുംബവും എങ്ങനെ നന്നാകണമെന്നതിന് കൃത്യമായ സാരോപദേശങ്ങളും അധ്യാപനങ്ങളും നൽകിയ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഖുർആൻ. അൽ അമലു ബിത്തൻസീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ള ഈ ദിവ്യഗ്രന്ഥത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അതിരും എതിരുമില്ലാതെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത്, ഈ സന്മാർഗം എന്നുള്ളത്. ഈ സന്മാർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതെ ഈ നേരിൻ്റെ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ആ മനസ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരിൽ നമ്മൾ ശരിക്ക് ബോധവാന്മാരായിക്കൊണ്ട് തന്നെ ബോധപൂർവം അതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു നാലാമതായി നമ്മളെ ഉണർത്തിയ ഒരു കാര്യമാണ് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതിൻ്റെ പരിഹാരമാണ്. 4 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഈ ദുനിയാവിൽ നിന്ന് നമ്മളെല്ലാം യാത്രയാകുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കാലാകാലം ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ഈ ജീവിതം വളരെ ക്ഷണികമാണെന്നും ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിഫലം ആസ്വദിക്കുന്ന ഒരു ലോകം, ആ ലോകത്തേക്ക് യാത്രയാകാനുള്ളവരാണ് നമ്മളെന്നും അവിടേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കേണ്ട ഇടമാണ് ഈ ദുനിയാവ് എന്നുമുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്ന് പറഞ്ഞാൽ പരലോകത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാണെന്നാണ്. ഇവിടെ നമ്മൾ കൃഷി ഇറക്കുകയാണ്. ഇതിൻ്റെ വിളവുകൾ കൊയ്തെടുത്ത് അതിൻ്റെ വിളവുകൾ ആസ്വദിക്കാനുള്ള ഇടമാണ് പരലോകമെന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കി തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് വിത്ത് ഇവിടെ ഇട്ടാലും അത് മുളച്ച് വളർന്ന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളേറെ വിളവുകൾ അതുകൊണ്ട് നൽകും.
പഠിച്ചവൻ നമുക്കൊരു നന്മ ചെയ്താൽ എത്രയാ തരുന്നത് പ്രതിഫലം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ 10 മടങ്ങിൽ നിന്നാണ് പ്രതിഫലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലാ 700 എന്നിട്ട് 700 ഇരട്ടി വരെ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമൃദ്ധമായി വിളവുകളായി നൽകുന്നു. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു കർഷകന്റെ മനസ്ഥിതി വെച്ച് ഈ തിരുവചനം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിൽ നഷ്ടമില്ല, കേടുപാടുകളില്ല. വിത്തിട്ടാൽ തന്നെ വിഭവം നൽകുകയാണ്. അത് മുളച്ചു പൊങ്ങുകയാണെങ്കിലോ പ്രവർത്തനത്തിലോ നിയ്യത്തിന് തന്നെ കൂലിയാണ്. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയാണെങ്കിലോ മടങ്ങുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ പ്രതിഫലങ്ങൾ നൽകുകയാണ്. അങ്ങനെയുള്ള പ്രതിഫലം കൊയ്തെടുക്കാനുള്ള ഒരു ലോകത്തേക്ക് യാത്രയാകേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇത്തരം തിന്മകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക, നമ്മുടെ മക്കളെ നമ്മുടെ വീടകങ്ങളിൽ വെച്ച് ഇസ്ലാമികമായ ശിക്ഷണങ്ങളും ശീലങ്ങളും അവർക്ക് പകർന്നു കൊടുക്കുക. അവർക്ക് നല്ല മര്യാദകൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് ഒന്നാമതായി നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പോകുന്നവരല്ലേ ഈ കുട്ടികളൊക്കെ? വീട്ടിൽ നിന്ന് പോകുന്നവരല്ലേ? സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ നമുക്കറിയാമത് അവരെ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. ഇത് മക്കളുടെ ഇഷ്ടത്തിന് വീട്ടിലേക്ക് പോയിട്ട് രാത്രി കയറി വരാം അവർക്ക് തോന്നിയ സന്ദർഭത്തിൽ. അതിനു വേണ്ടിയുള്ള സൗകര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വീടടക്കുകയൊക്കെ ചെയ്യും. എന്നാലും തുറക്കാനുള്ള താക്കോൽ എവിടെയെങ്കിലുമൊക്കെ പുറത്തന്നെ വെച്ചു കൊടുക്കുകയാണ്, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നീ നേരം വൈകി വരികയാണെങ്കിൽ തുറന്ന് കയറിക്കോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും പൂട്ടാനും തുറക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിലാണല്ലോ ഇപ്പോൾ പൂട്ടുകളുള്ളത്. അകത്തുനിന്ന് പൂട്ടിയാലും പിന്നീട് പുറത്തുനിന്ന് തുറക്കാം. ഒക്കെ നിങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നിർബന്ധമുണ്ടാകണം. നമ്മുടെ വീടകങ്ങൾ സുരക്ഷിതമാകണം. അവിടെ അരക്ഷിതമായ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്നേഹത്തോടുകൂടി അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ല ശീലങ്ങളിലൂടെ അവരെ വളർത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്തതികളായി അവർ മാറും. അല്ലെങ്കിലോ നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ആ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. പഠിച്ചവനെ, ഞങ്ങൾ വഴിതെറ്റാനുള്ള കാരണക്കാർ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, അതുകൊണ്ട് അവർക്കാണ് നീ ഇരട്ടി ശിക്ഷ നൽകേണ്ടത് എന്ന് നമുക്കെതിരിൽ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്തതിയുടെ പ്രാർത്ഥന ഖുർആൻ പ്രത്യേകം നമുക്ക് എടുത്തു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബി ഔസിഅനി, എൻ്റെ റബ്ബേ എനിക്ക് നീ പ്രചോദനം നൽകണമേ. എന്തിനു വേണ്ടിയെന്നു? അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ എന്ന്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ റബ്ബേ എനിക്ക് നീ നന്മ വരുത്തേണമേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഇതാ അനുദപിച്ച് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു റബ്ബേ. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് ജീവിതം സമർപ്പിച്ച, ജീവിതം നിനക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയ വ്യക്തികളിൽ പെട്ടവനായി തീർന്നിട്ടുണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അവസ്ഥ
നമുക്കുണ്ടാകണം. തീർച്ചയായും ഗുണകരമായ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇത്രയും പറഞ്ഞത് നമ്മളെല്ലാവരും നിരാശപ്പെടാനില്ല, നേരെ മറിച്ച് ഇപ്പോൾ നടക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ തിന്മകൾ ഇങ്ങനെ വ്യാപകമാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ഓരോന്നോരോന്നായി നമ്മൾ തിരിച്ചറിയണം. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിന് കാരണം. കുട്ടികൾക്ക് ഈ ആഡംബരത്തിനോടുള്ള താല്പര്യം, അതേപോലെ തന്നെ ഈ ഉപഭോഗ സംസ്കാരം വാങ്ങിക്കൂട്ടി ഏറ്റവും കൂടുതൽ നല്ലത് തന്നെ കഴിക്കണം. നീ അവർ കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പള്ളിയിൽ നിറഞ്ഞ നിലയിൽ തറാവീഹ് നമസ്കരിക്കുന്ന സാഹചര്യത്തിലും പള്ളിക്ക് പുറത്ത് ആരെങ്കിലും അങ്ങനെ പോയി നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ മക്കളൊക്കെ എവിടെയുള്ളത്. ഈ ഉമ്മത്തിലെ സന്തതികളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രദേശം എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ ഏരിയ ആണല്ലോ. ഈ കടപ്പുറങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഈ കടകളും അതേപോലെ തന്നെ കച്ചവട കേന്ദ്രങ്ങളും. കുട്ടികൾ ഭക്ഷണം കഴിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. നമ്മുടെ മക്കളിപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന എവിടുന്നാണ്? പുറത്തുനിന്നാണ്. പുതിയ പുതിയ ഭക്ഷണ വിഭവങ്ങൾ ഇങ്ങനെ വരികയാണ്. ഈ ഭക്ഷണങ്ങളിൽ തന്നെ ശരിക്കും ലഹരി വരുന്നുണ്ട്. അവർ കുടിക്കുന്ന പാനീയങ്ങൾ ലഹരി കലർത്തിയിട്ടാണ് കൊടുക്കുന്നത്. അവർ നൊട്ടി നുണയുന്ന മിഠായികളിൽ ലഹരി കലർത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ വരെ പോയി സർബത്ത് പോലുള്ള സംഗതികൾ, കുലുക്കിയ സർബത്തും കുലുക്കാത്ത സർബത്തും, ഇളക്കിയ സർബത്തും ഇളക്കാത്ത സർബത്തും, ഒരു 10-20 കുപ്പി വരിക്കും ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ഈ കുട്ടികൾ വാങ്ങി കുടിക്കുകയാണ്. മുതിർന്നവരൊക്കെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലുണ്ടാകും. ഈ തലമുറകളൊക്കെ ഇവിടെ അങ്ങാടികളിലൂടെ ഇതൊക്കെ വാങ്ങിയും തിന്നും കുടിച്ചും. എന്തുകൊണ്ടാണ് പിന്നെയും അവിടെ അത് ആണും പെണ്ണുമാണ്, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. 2 വീലറിലൊക്കെ ഒരുമിച്ച് വന്നിട്ടാണ് അവിടെ ഈ കളി. ഈ മക്കൾക്കൊക്കെ ഉപ്പമാരില്ലേ ഉമ്മമാരില്ലേ എന്നാരെങ്കിലും ചോദിച്ചാൽ അവർക്കൊക്കെ ഉണ്ട്. ഈ സമയം കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നത് എവിടേക്കാണ്? വീട്ടിലേക്കാണ്. ഉപ്പിയമ്മയും ചോദിക്കുന്നുണ്ടോ നിങ്ങളിതുവരെ എവിടെയായിരുന്നു എന്ന്? തറാവീഹിനാന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്, പള്ളിയിലേക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. അവർ വിലസുന്നത് ഇവിടെയാണ്, അറിയുന്നില്ല. ഇങ്ങനെ ലക്കും ലഗാനുമില്ലാത്ത വഴിവിട്ട ജീവിതം നയിക്കുന്ന നമ്മുടെ ഉമ്മത്തിലെ ആൾക്കാർ തന്നെയാണിത് ഏറ്റവും കൂടുതൽ. ഇപ്പം നോക്കൂ, ഈ ക്രിമിനൽ കേസുകളിലും ഈ കൊലപാതകങ്ങളിലും അതേപോലെ തന്നെ മദ്യം അതിൻ്റെ കരിയേഴ്സായിട്ട് പോകുന്ന ആൾക്കാരിലും വിൽപ്പനക്കാരിലും ഒക്കെ ഏറ്റവും കൂടുതൽ പേരുകൾ ആരുടേതാണ് നമ്മൾ വായിക്കുന്നത്? ഇതിൻ്റെയൊക്കെ അപമാനം പേറുന്നത് ആരാണ്? ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ അതിലൊക്കെ വേദനയില്ലേ? വേദന ഉണ്ടാകേണ്ടതില്ലേ? പരിഹാരം എവിടുന്ന് കാണണം? ആര് തീരുമാനിക്കണം? ആര് ചിന്തിക്കണം? ഈ തറാവീഹ് നമസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, മുടങ്ങാതെ ഫർള് നമസ്കാരം നമസ്കരിക്കുന്ന, ഫർളിന് ശേഷം സുന്നത്ത് റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്ന ഉമ്മയും ഉപ്പയും ആലോചിക്കേണ്ട കാര്യം തന്നെയാണിത്. ഈ ഓതുന്ന ഖുർആനിൽ, തറാവീഹിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഖുർആനിൻ്റെ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. മദ്യം വരുത്തുന്ന വിപത്തുകൾ, ലഹരി മരുന്ന് വരുത്തുന്ന വിപത്തുകൾ, വ്യഭിചാരം സാർവത്രികമാകുന്നു. അതേപോലെ തന്നെ കൊലപാതകങ്ങൾ അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചെറിയ ഒരു തിന്മ, വലിയ തിന്മ എന്നൊരു ബോധം കൂടിയില്ലാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബലിപെരുന്നാളിന് ഒരു ബലിമൃഗത്തെ ഉളുഹിയത്തറക്കാൻ എത്ര ആൾ പിടിച്ചിട്ടാണ് അതിനെ തള്ളിയിടുന്നത്? ഇതൊരൊറ്റ ആളാണ് 6 എണ്ണത്തിന് ഇതേപോലെ അറുത്തിടുന്നത്. ഇതിനൊക്കെയുള്ള കരുത്തും മനസ്സുറപ്പും എങ്ങനെയാണ് കിട്ടുന്നത്? അതുണ്ടാക്കുന്നതാണ് ഈ ലഹരി. ഒരു ബലിമൃഗത്തെ അറുക്കണമെങ്കിൽ 4 ആൾ കൂടിയിട്ടല്ലേ, കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടല്ലേ തള്ളിയിട്ട് ഇറക്കണത്? ഇത് ഒരൊറ്റ ആൾക്ക് 5-6 ആൾക്കാരെ കൊല്ലാനുള്ള മാനസികമായ കരുത്ത് എങ്ങനെ കിട്ടി? അത് നൽകുന്നതാണ് ഈ സംഗതി.
അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ സീരിയസ് ആയ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേണം. എൻ്റെ കുട്ടികളൊന്നും അതിൽ പെടില്ല എന്ന് നമ്മൾ സമാധാനിക്കും. അങ്ങനെ സമാധാനിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകട്ടെ, നമ്മൾ ദുആ ചെയ്യുക. പക്ഷേ ഈ അപകടം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അത് കടക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കളെക്കുറിച്ച് ഉള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണുള്ളത്. ഇത് പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കുകയോ ഇനി പറഞ്ഞ് നിരാശരാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ അമാനത്തിനെക്കുറിച്ച്, മസ്ഊലിയത്തിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം, ഓരോ പിതാവിനും ഉണ്ടാകണം, ഓരോ മാതാവിനും ഉണ്ടാകണം, വീട്ടിലുള്ള മുതിർന്ന സഹോദരനുണ്ടാകണം, ഉമ്മക്കുണ്ടാകണം, സഹോദരിക്കുണ്ടാകണം. എൻ്റെ അനിയനെക്കുറിച്ച്, ഇനി അനിയന്മാർ ജ്യേഷ്ഠന്മാരെക്കുറിച്ചും മക്കളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ സഹകരിക്കേണ്ടത്, ഖുർആൻ പറഞ്ഞത് തഅവനു അലൽ ബിർരി വത്തഖ്വ, നന്മ എവിടെയുണ്ടോ, പുണ്യം എവിടെയുണ്ടോ നിങ്ങൾ അവിടെ എത്തണം. തിന്മ എവിടെ കണ്ടോ നിങ്ങൾ അതിൽ നിന്ന് അകലം പാലിക്കണം. നിങ്ങളുടെ നിസ്സഹകരണം അതിനെതിരെ നിങ്ങൾ പ്രഖ്യാപിക്കണം. അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യരുത്, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഏത് രംഗത്തും അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മുടെ MSMൻ്റെ വിദ്യാർത്ഥികൾ, ISMൻ്റെ യുവജനങ്ങൾ, അവരെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കണ്ണികളാണിതൊക്കെ. നിങ്ങളുടെ മക്കളെ അതിലേക്കാണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, റംസാൻ വന്നതിന് അതിൻ്റെ മുന്നോടിയായി ഈ മസ്ജിദ് മുഴുവൻ കഴുകി വൃത്തിയാക്കിയത് ഇവിടെ ഉള്ള നമ്മുടെ ഈ MSMൻ്റെ വിദ്യാർത്ഥികളാണ്. ഞാൻ ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ ഇവിടെ നല്ല കഴുകലും വൃത്തിയാക്കലും ഒക്കെ നടക്കുകയാണ്. അതൊരു കൺകുളിർമ നൽകുന്ന കാഴ്ചയല്ലേ? നമ്മുടെ കൂടെ അവരില്ലേ? അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അവഗണിക്കുകയല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ മനസ്സോടുകൂടി നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക. നമ്മുടെ കൂടെ അവർ പള്ളിയിലുണ്ടാകണം, നമ്മുടെ കൂടെ എല്ലാ നന്മകളിലും അവർ സഹകരിക്കണം. അങ്ങനെയാകുമ്പോൾ അവരെക്കുറിച്ചുള്ള അഭിമാനബോധം നമുക്കുണ്ടാകും. ഈ പറഞ്ഞ പോലെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മുടെ മക്കളുണ്ടാകും. അതിനവർ പരിശീലനം കൊടുക്കണം. നമ്മളൊരാളെ മയ്യത്ത് കുളിപ്പിക്കാൻ പോകണം, കൂടെ നമ്മളെ മക്കളെയും കൊണ്ടുപോകണം. അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ മരിച്ചാൽ എൻ്റെ മകൻ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉണ്ടാകണം. അത്തരം നല്ല കാര്യങ്ങളിലേക്ക് അവരെ അടുപ്പിക്കുന്ന രീതി ഇവിടെ ഉണ്ടായാൽ തീർച്ചയായും ഈ തിന്മകൾക്കെതിരെയൊക്കെ നമുക്ക് ഒന്നിച്ച് പോരാടാൻ കഴിയും. തീർച്ചയായും അൽഹംദുലില്ലാഹ് ഈ പള്ളിയുമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ സഹധർമ്മിണികളെ അവരെയും സഹകരിപ്പിക്കണം. സ്ത്രീകൾക്ക് അവരുടേതായ റോൾ ഇവിടെ ചെയ്യാനുണ്ട്. ഒരു സ്ത്രീ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ട സ്ത്രീയാണ്. അപ്പോൾ എല്ലാവരും അതിന് പരിശീലനം നേടിയവരാകണം. ഇനി നമ്മൾ മരിച്ചാൽ ഏറ്റവും കൂടുതൽ മയ്യത്ത് കുളിപ്പിക്കാൻ അർഹയാരാണ്? ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. എൻ്റെ ഭാര്യ മരിച്ചാൽ അവളുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇനി സ്ത്രീകളെ തന്നെ കുളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതിന് പരിശീലനം നൽകണ്ടേ? അൽഹംദുലില്ലാഹ് അവിടെയുള്ള MGMൻ്റെ നമ്മുടെ സഹോദരികൾ അവർ അതിനൊക്കെ പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തിഗതമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാമൂഹ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇവിടെ ആരും പട്ടിണി കിടക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചൊരു കാര്യമാണത്. ദീനിൻ്റെ നിഷേധമാണ് എന്ന് പറഞ്ഞത്. വിശക്കുന്ന അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ ദീന് തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന ഖുർആനിലൊരു സൂക്തമല്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. പിന്നെന്താ പറയുന്നത്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥകളെ അവഗണിക്കുന്നവൻ, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അഗതികളുടെ ഭക്ഷണത്തിന് പ്രേരണ പോലും നൽകാത്തവനാണ്. അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ വാരിപ്പുണർന്നുകൊണ്ട് അതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും
യുവജനങ്ങളെയും യുവതികളെയും നമ്മുടെ വിദ്യാർത്ഥിനികളെയും ഈ നന്മയുടെ നേരിൻ്റെ വഴിയിലൂടെ നടത്താൻ നമ്മൾ തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഇത്തരം തിന്മകളിൽ നിന്ന്, ഈ കലുഷിതമായ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ തന്നെ രക്ഷിച്ചെടുക്കാനാകും. ഓരോ പ്രദേശങ്ങളും ഇങ്ങനെ വിചാരിച്ച് അതിനുള്ള പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ. ഈ വർഷത്തെ റമദാൻ എൻ്റെ ആദ്യത്തെ 10 ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അൽഹംദുലില്ലാഹ് നമ്മുടെ മുമ്പിൽ സമയങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മളെ തന്നെ തിരുത്തണം. നമ്മളുള്ള പോരായ്മകൾ നമ്മൾ തിരുത്തണം. നമ്മൾ ടോർച്ചടിക്കുമ്പോൾ സാധാരണ മുമ്പിലേക്ക് ഇങ്ങനെ അടിച്ചാൽ പോകുക. ആ ടോർച്ചൊന്ന് തിരിച്ച് നമ്മുടെ നെഞ്ചത്തേക്കൊന്ന് അടിച്ചു നോക്കുക, ഞാനിപ്പോൾ എത്ര നന്നായിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് ഒരു ആത്മവിചിന്തനം നടത്തി അതും കൂടി തിരുത്തി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നോ, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുത്തമനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ ആ വിരുന്നുകാരന് നമ്മൾ എന്താ കൊടുക്കുക? ഏറ്റവും നല്ല ഭക്ഷണം ഒന്നുണ്ടാക്കി കൊടുക്കുക. അല്ലാഹ് നമ്മളോട് സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ നിസ്കാരം ഏറ്റവും നല്ല നിസ്കാരാകണം. നമ്മുടെ സക്കാത്ത് ഏറ്റവും നല്ല സക്കാത്താകണം അള്ളാഹ്ക്ക് കൊടുക്കുന്നതേ. നമ്മുടെ സ്വതക്ക ഏറ്റവും നല്ല സ്വതക്കയാകണം. നമ്മുടെ സുജൂദ്, നമ്മൾ ചെയ്യുന്ന സുജൂദ് ഏറ്റവും നല്ല സുജൂദാകണം. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയുള്ള സുജൂദാകണം. അതുകൊണ്ട് ഈ റമദാനിൽ എന്ന പോലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ഏറ്റവും നല്ലത് നൽകാൻ, നമ്മുടെ ജീവിതം അങ്ങനെ നന്നാക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമിനായ നാഥ, കരുണാമയനായ തമ്പുരാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അറിയുന്നവനെ, ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനായ റബ്ബേ, ഈ പാപങ്ങളെല്ലാം നിൻ്റെ മഹലായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള രോഗികളും അല്ലാത്തവരും എല്ലാവർക്കും നീ രോഗശമനവും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ, അവർ പരീക്ഷാമുഖത്താണ്. ഞങ്ങളുടെ മക്കളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന ആളുകൾ, അവരുടെ പഠനവും പരീക്ഷയും ഒക്കെ നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് നല്ല മനസ്സ് നൽകി ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല മക്കളായി അവരെ നീ വളർത്തുകയും ഉയർത്തുകയും അങ്ങനെ തന്നെ അവരെ നീ നിലനിർത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.